വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണാ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർണായക തീരുമാനം ഉണ്ടാവുക. ശക്തരായ പ്രതികൾ, പ്രബലരായ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. അനൂപ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയത്, കോൺഗ്രസിന് വലിയ തോതിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിക്കൂട്ടിലായ കേസാണ്. ഒരു MLA തന്നെ ഒളിവിൽ പോകുന്ന സാഹചര്യം IC ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിച്ചു. ഇതിൽ ഇന്ന് ഉത്തരവ് പ്രതീക്ഷിക്കാം. കൽപ്പറ്റ കോടതിയുടെ ഉത്തരവ്, മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് ഉത്തരവ് പ്രതീക്ഷിക്കാം അല്ലേ അനൂപ്? തീർച്ചയായും ആ വിധി പറയാനാണ് ഇന്നത്തേക്ക് മാറ്റിയത്. 15-നാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ, അതായത് ND അപ്പച്ചൻ്റെയും അതോടൊപ്പം KK ഗോപിനാഥൻ മാസ്റ്ററുടെയും പിന്നീട് MLA ബത്തേരി MLA IC ബാലകൃഷ്ണന്റെയും ഈ കേസിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട ഈ 3 പേരുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത് കഴിഞ്ഞ 15-നാണ്. ഏതായാലും അതിനുശേഷം 2 ദിവസത്തെ വാദം നടന്നു. ആദ്യ ദിനം പ്രതിഭാഗത്തിന്റെ, പിന്നീട് പ്രോസിക്യൂഷന്റെ. അതിനുശേഷം ഇന്ന് ശനിയാഴ്ചയ്ക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു. ഏതാണ്ട് ഒരു 11 മണിയോട് കൂടി തന്നെ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വിധി വരും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഈ ആദ്യം പ്രതിഭാഗത്തിന്റെ വാദം നടന്നിരുന്നു. അതിലെല്ലാം പ്രധാനമായും പരാമർശിച്ചത് ഈ കത്ത് സംബന്ധിച്ചാണ്. ഈ പ്രധാനമായും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ ഈ കത്തിനെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കത്ത് ആധികാരികമല്ലെന്ന് പ്രതിഭാഗവും വളരെ ആധികാരികമാണ്, അതിനെ പ്രാഥമിക തെളിവായി തന്നെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ചാണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത്. അതുമായി ഈ കത്ത് നേരത്തെ എഴുതിയതാണ്. അതിൽ പറയുന്ന പല വസ്തുക്കൾക്കും കാലഘടനയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ എഴുതിയ കത്ത് പിന്നീട് ആത്മഹത്യക്കുറിപ്പുമായി ചേർക്കുകയായിരുന്നു തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രതിഭാഗത്തിനുണ്ടായിരുന്നത്. ഇതെല്ലാം പ്രോസിക്യൂഷൻ എതിർത്തു. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ നടത്തിയ പ്രധാന വാദം തന്നെ ഈ കത്തിനെ ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കത്തിൽ പലയിടത്തും ഇതിന്റെ ആത്മഹത്യാക്കുറിപ്പാണ്, ഇതിന്റെ മരണക്കുറിപ്പായി കണക്കാക്കണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ പരാമർശം കൊണ്ടായിരുന്നു. അത് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. സ്വന്തം കൈപ്പടതയിൽ പേരെഴുതി ഒപ്പിട്ടാണ് അത്തരത്തിൽ അനൂപ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനേറെ പ്രാധാന്യമുണ്ട്. കാരണം കേരളീയ പൊതുസമൂഹം, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് അറിയുന്നതും കാണുന്നതും ആദ്യം കൈരളി ന്യൂസിലൂടെയാണ്. പൂർണ്ണമായും നിഷേധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ ഉത്തരവാദിത്തമോ ഒന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതെ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം, അതുപോലെ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചനൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തി അവിടെ IC ബാലകൃഷ്ണനെ ഈ പറഞ്ഞതുപോലെ ആക്രമിക്കുകയാണ്, രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്ന് പറയാൻ വരെ കോൺഗ്രസ് തുനിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം വളരെ നിശബ്ദമായി ആ നീക്കങ്ങൾക്കെല്ലാം പിന്തുണ കൊടുത്തു. അപ്പോഴാണ് കൈരളി ന്യൂസ് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. അനുവ് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായി വന്ന വാർത്തയായി നൽകാൻ അവർ നിർബന്ധിതരായ ആത്മഹത്യാക്കുറിപ്പിൽ അനൂപ് പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. NM വിജയൻ എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അതായത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സമൂഹ മധ്യത്തിൽ പാർട്ടിയെ അവമതിപ്പുണ്ടാക്കാൻ, പാർട്ടിയെ മോശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് എഴുതുന്നു, എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ സാർ. ഇത് എഴുതുന്നത് KPCC പ്രസിഡന്റിനാണ്. അനൂപ് പറഞ്ഞതുപോലെ എഴുതി ഒപ്പിട്ടിരിക്കുന്നു വിജയൻ, DCC ട്രഷറർ. അതിനുശേഷം തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, എൻ്റെ മരണത്തിന് ശേഷം 10 ദിവസത്തിന് ശേഷം മാത്രമേ ഈ കത്ത് പോലീസിന് കൈമാറാവൂ. ആ 10 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് നേതൃത്വം ഈ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്ത് പരിഹരിക്കുന്നതിലേക്ക് വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കണം എന്ന് മക്കളോട് പറയുകയാണ്. ആ രീതിയിലാണ് ആത്മഹത്യാക്കുറിപ്പ്. അത് വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പാണ് എന്നും IC ബാലകൃഷ്ണൻ കോടതിയിൽ വാദിച്ചത് ഇതൊരു ഭീഷണി കത്താണ്, ആത്മഹത്യാക്കുറിപ്പല്ല എന്നാണ്. പ്രോസിക്യൂഷൻ അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് എങ്ങനെ ഇത് ആത്മഹത്യാക്കുറിപ്പാണ് എന്നാണോ കോടതിയോട് വിശദീകരിച്ചത്. അതുപോലെ തന്നെ മറ്റേതെല്ലാം സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, അതുപോലെ തന്നെ വിജയൻ്റെ ഡയറി, ഇതെല്ലാം പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ലേ ഈ കേസിൽ ഇവർക്കെതിരെ, പ്രതികൾക്കെതിരെ? തീർച്ചയായും 15 പേജുള്ള പോലീസ് റിപ്പോർട്ട്, അതോടൊപ്പം 1000 പേജുള്ള കേസ് ഡയറി, ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള പോലീസിന്റെ പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ ഈ കേസ് ഡയറിയിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ND അപ്പച്ചൻ അതോടൊപ്പം NM വിജയനുമായി സംസാരിച്ചിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, ഈ NM വിജയന്റെ സ്വകാര്യ ഡയറി. ഈ ഡയറി കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ ആത്മഹത്യാക്കുറിപ്പിലും പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു
ഈ ഡയറി കുറിപ്പിലെ വിവരങ്ങൾ. ഈ ഡയറി കുറിപ്പിൽ കണക്കുകൾ സഹിതം NM വിജയൻ ഏതെല്ലാം വിധത്തിൽ പണം സ്വരൂപിച്ചു, ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് അത് ആർക്കൊക്കെ കൊടുത്തു എന്നത് സംബന്ധിച്ച് സുപ്രധാനമായ വിവരങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ കേസിൽ പ്രാഥമികമായി ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ മൊഴികളുണ്ട്. ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അവർ ഈ കേസിൽ പ്രത്യക്ഷത്തിൽ തന്നെ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള NM വിജയന്റെ കത്തിൽ ഉൾപ്പെടുന്നവരാണ്. UK പ്രേമൻ തുടങ്ങിയ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിന്റെ നെന്മേനി മണ്ഡലം പ്രസിഡന്റ് CT ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളുണ്ട്. ഈ മൊഴികളിലും നിർണായകമായ വിവരങ്ങളുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കളുടെ മൊഴികൾ തന്നെ IC ബാലകൃഷ്ണനെതിരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കേസ് റിപ്പോർട്ടിലെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഒരു കാര്യം. UK പ്രേമന്റെ എല്ലാം മൊഴിയിൽ പറയുന്നത് IC ബാലകൃഷ്ണന് NM വിജയൻ പണം കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ആ വിധത്തിലുള്ള സ്ഥിരീകരണമുണ്ട്. അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണങ്ങൾ, NM വിജയനും ND അപ്പച്ചനും തന്നെ നേരിട്ട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ NM വിജയന്റെ ഫോൺ കസ്റ്റഡി എടുത്ത് പരിശോധിച്ച ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നു. അതും ഈ കേസ് ഡയറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ 1000 പേജുള്ള കേസ് ഡയറി, പുറമെ 15 പേജുള്ള പോലീസ് റിപ്പോർട്ടിലെല്ലാം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള സംഭവങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏതായാലും ആ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ ബോബി ചെമ്മണ്ണൂർ, പ്രബലനായ ഒരു വ്യക്തി പ്രതിയായി വന്ന കേസിൽ പോലും ജാമ്യം നൽകാതെ കോടതി റിമാൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. അതിൽ പ്രോസിക്യൂഷൻ, പോലീസ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട വാദം ഈ സ്വാധീനം, പ്രതിയുടെ സ്വാധീനം എന്നുള്ളത് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിന്, അന്വേഷണത്തെ തന്നെ ബാധിച്ചേക്കാം, അട്ടിമറിച്ചേക്കാം എന്നൊക്കെയുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഗൗരവമായ വിലയിരുത്തലുകൾ, അഭിപ്രായത്തെ കോടതികൾ സ്വാഭാവികമായും പരിഗണനയ്ക്കെടുക്കും. അതിലും ഗൗരവമാണ് ഇവിടെ സാഹചര്യം. ഒന്ന്, ഒരാൾ സംസ്ഥാന നിയമസഭാംഗമാണ്, ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ വയനാട്ടിലെ ജില്ലാതല അധ്യക്ഷനാണ്, മറ്റൊരാൾ പ്രതി ഗോപിനാഥൻ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കേസിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ പോലീസിലേക്ക് വന്നിട്ടുള്ള, വിജയൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള മറ്റ് പരാതികൾ, ജോലി നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് ക്രിമിനൽ കേസുകൾ, ഇതിലെല്ലാം പങ്കാളികളായി വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ചതിക്കപ്പെട്ടവർ, ഏതുമാവട്ടെ, ഇവരെല്ലാവരും കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ്. അനുഭാവികളാകാം, പ്രവർത്തകരാകാം. അതുകൊണ്ട് തന്നെ ഈ പ്രബലരായ പ്രതികൾക്ക് പല നിലയ്ക്കും ഈ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാം, തെളിവുകൾ നശിപ്പിക്കാം, ഇവരുടെയൊക്കെ അഭിപ്രായത്തെ മാറ്റിക്കാം, കൂറുമാറ്റിക്കാം, നിലവിൽ പറഞ്ഞ മൊഴികളെ അട്ടിമറിക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള പ്രബലരായ ആളുകളാണ് പ്രതികൾ. ഒരാൾ MLA, ഒരാൾ DCC പ്രസിഡന്റ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വ്യക്തമായ പരസ്യമായ പിന്തുണ ഇരുവർക്കുമുണ്ട് താനും. സ്വാഭാവികമായും പരാതിക്കാർക്ക്, മൊഴി നൽകിയവർക്ക് ഒക്കെ നിലനിൽപ്പിന് അതിൽ ഉറച്ചു നിൽക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണോ കോടതിയിൽ അന്വേഷണ സംഘം ജാമ്യം നൽകരുത്, അന്വേഷണത്തെ ബാധിക്കും എന്ന നില സ്വീകരിച്ചിരിക്കുന്നത്? അനൂപ്. അതെ, അത് ശരിയാണ്. അതായത് ഈ കേസിന്റെ പ്രാഥമിക ഒരു ഘട്ടം നടക്കുകയാണ്, അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് കിട്ടിയില്ലെങ്കിൽ ഇവരെല്ലാം പ്രബലരാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ കേസിൽ 2ാം പ്രതിയാണ്. DCCയിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ട്. DCCയിൽ എത്തിയാൽ ഈ കേസിന്റെ അടിസ്ഥാനപരമായ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇതിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ NM വിജയന്റെ വീട്ടിലുള്ള ഒരു സന്ദർശനത്തെക്കുറിച്ചാണ്. ഈ സന്ദർശനത്തിൽ അദ്ദേഹം വീട്ടിൽ അടച്ചിട്ട മുറിയിൽ വിജേഷ്, അതായത് NM വിജയന്റെ മകനുമായി കൂടിക്കാഴ്ച നടത്തി. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന് പോലും ഈ കേസിൽ ഇടപെടാനുള്ള സാധ്യതകൾ, തെളിവുകൾ അട്ടിമറിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ട്. അത്രത്തോളം പ്രതികൾ ശക്തരാണ്. അവർക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്, MLA ആണ്, DCC പ്രസിഡന്റാണ്, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ്. ഈ തെളിവുകൾ സംബന്ധിച്ച് ഈ കേസിൽ ഈ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് കസ്റ്റഡി ആവശ്യമാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. കേസിനാസ്പദമായ സംഭവങ്ങളെല്ലാം ഇത്തരത്തിൽ ഒട്ടേറെ തെളിവുകളുണ്ട്. പലതും ഈ കോൺഗ്രസ് നേതാക്കളുടെ മൊഴികളും അതോടൊപ്പം അതിനാസ്പദമായിട്ടുള്ള ഡയറി കുറിപ്പ്, മറ്റ് രേഖകൾ, പണം പിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം അതുമായി അവരുടെ മൊഴികളെല്ലാമാണ്. ഏതായാലും അതിനെല്ലാം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കാണണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇതിൽ ഒരു നിയമത്തിന് മുന്നിൽ എല്ലാവരും ശക്തരാണ്. ഈ വിധത്തിൽ പല കേസുകളും ഈ പ്രോസിക്യൂഷൻ പരാമർശിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്
ഉൾപ്പെടെയാണ്. ആ വിധത്തിൽ എല്ലാവരും നിയമത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. എം എൽ എ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളായിക്കോട്ടെ, ഏതൊക്കെ ആയാലും ഈ വിധത്തിൽ തെളിവുകൾ എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ തെളിവുകൾ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഈ പോലീസ് കസ്റ്റഡിയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും 11 മണിയോടുകൂടി തന്നെ വിധി വരും. നിലവിൽ ഇത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ജില്ലാ യൂണിറ്റ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ വിധത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 11 മണിക്കാണ് കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുക എന്നുള്ളതാണ്. പ്രതികളായി നിൽക്കുന്നത് IC ബാലകൃഷ്ണൻ MLA യും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചനുമാണ്.